എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പി ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ് ടൊമാറ്റോ. ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് റൈസ്, അതുപോലെ തന്നെ ഓയിൽ, ജീരകം, ഉള്ളി, മുളക്, കറിവേപ്പില, അതുപോലെ തന്നെ കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, പുതിനയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ, ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടും. ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് നന്നായി ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സീസണിങ്ങിന് ആവശ്യമുള്ള, താളിക്കാൻ ആവശ്യമുള്ള കടുക്, പരിപ്പ്, കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ്. കടലപ്പരിപ്പ് ഇടാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വാട്ട്. ഒരു ലൈക്ക് ബ്രൗൺ കളറിൽ വരുന്നവരെ വാട്ടണ്ട. ഒന്ന് നമുക്കൊരു ഗ്ലാസ് ഷെയ്ഡ് വരുമല്ലോ, ഒന്ന് വതങ്ങി വരുമല്ലോ, ആ ഒരു ഷെയ്ഡ് വരെ നമ്മളത് വാട്ടി നന്നായിട്ട് വാട്ടി കൊടുക്കുക. അങ്ങനെ വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി, അതിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക. അങ്ങനെ വതങ്ങി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇടാവുന്നതാണ്. ഇനി തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അതിങ്ങനെ കുഴഞ്ഞു വരുന്ന പരുവത്തിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്താൽ മതി. പച്ചമുളക് കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഞാനിപ്പോൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടുണ്ട് പച്ചമുളക്. സോ പച്ചമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ വരും. നിങ്ങൾക്ക് ഒരു നല്ല ഫ്ലേവർ കിട്ടും, ഒരു ബിരിയാണി ഫ്ലേവർ കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ ഉള്ളി ഉപയോഗിക്കുന്നതിന് പകരം ചെറിയ ഉള്ളി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഉപയോഗിക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് വഴറ്റി എടുക്കുക. അത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു പരുവം. അതിങ്ങനെ ഡ്രൈ ആക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലേക്ക് നന്നായി ഡ്രൈ ചെയ്തെടുക്കുക. ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചോറ് തണുത്ത ചോറായിരിക്കണം, ഒരിക്കലും ചൂടുള്ള ചോറ് ഇട്ടിട്ട് നമുക്ക് ഇത് ഉടച്ചെടുക്കാനായിട്ട് യോജിപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ചൂടുള്ള ചോറ് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നന്നായി കുഴഞ്ഞു പോകും. സോ അപ്പോൾ നമ്മൾ ആദ്യം ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ചോറ് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചോറ് റെഡിയായി. നിങ്ങൾക്ക് ഇനി കയ്യിൽ പുതിയയോ മല്ലിത്തലയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചൂടോടുകൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഏറ്റവും നല്ല സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ചിപ്സ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചിപ്സ്, അതുപോലെ തന്നെ റൈത്ത. നമ്മൾ മോര് സാലഡ് ഉണ്ടാക്കുമല്ലോ, ആ റൈത്ത. അത് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നതെങ്കിൽ തൈര് വെച്ചിട്ട് ഒനിയനൊക്കെ ഇട്ടിട്ട് റൈത്തയും അതുപോലെ തന്നെ പൊട്ടാറ്റോ ചിപ്സും ഭയങ്കര സൂപ്പർ കോമ്പിനേഷനാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്.